ഞാൻ ഇന്നുള്ളത് നിപ്പോൺ ടൊയോട്ടയുടെ യാർഡിലാണുള്ളത്. അർബൻ ക്രൂയിസർ ഹൈ റൈഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തൊട്ട് താഴെയുള്ളൊരു വേരിയൻറ്റ്, ഇ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളൊരു വേരിയൻ്റ് ആണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു ഫുൾ ഓപ്ഷൻ പാക്ഡ് വണ്ടിയായിട്ടേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അല്ല, ഒരു ഇ വേരിയൻ്റ് എന്നുള്ളതിന് ഒരു വണ്ടിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതും ഇല്ലാത്തതും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ഈ വാഹനത്തിന്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡിലേ ആയിരുന്നു വണ്ടി കിട്ടാനായിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഈ വണ്ടി കിട്ടുന്നതാണ്. ഒരു 1 month ആ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു വണ്ടി ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചസ് കാക്കാസിലേക്ക് സ്വാഗതം. ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഫുൾ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടാണ് നമുക്ക് ഇതിൽ തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ പാക്ഡ് ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇ എന്ന് പറയുന്ന ബേസ് വേരിയൻ്റിൽ വരുന്നത്. ട്വിൻ LED DRL-ആണ് നമുക്കിത് വരുന്നത്. 2 ലൈറ്റ്സ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊജക്ടർ ഹാലജൻ ലൈറ്റാണ്, ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഫോഗ് ലാമ്പ് നമുക്കിതിൽ വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ താഴത്തെ വരുമ്പോൾ ഈ എയർ ഡാം പോലത്തെ ഒരു ഗ്രില്ല് കാണാം. ഇത് ഒരു പിയാനോ ഫിനിഷിംഗ് ആണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബ്രഷ്ഡ് അലൂമിനിയം ഒരു സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്. ഒറ്റ നോട്ടിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, നല്ലൊരു സ്പോർട്ടി ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ബേസ് വേരിയൻറ്റിൽ. സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോഴും നമുക്കൊരു 17 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. എന്താ പറഞ്ഞാൽ നമുക്കൊരു വീൽ കപ്പാണ് നമുക്കൊരു ബേസ് മോഡലിൽ വരുന്നത്. ടോപ്പ് എൻഡിൽ വരുമ്പോൾ നമുക്കൊരു അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എന്ന് വെച്ചാൽ ടോപ്പ് എൻഡിൽ തുടങ്ങി നമുക്കൊരു ബേസ് വേരിയൻറ്റിലും 17 ഇഞ്ച് തന്നെയാണ് വാഹനത്തിൽ നമുക്ക് തരുന്നത്. ORVM നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ORVM ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ ഒരു ഭാഗത്ത് കാണാം. ബേസ് വേരിയന്റിൽ നമുക്കൊരു റൂഫ് റെയിലും കാര്യങ്ങളും വരില്ല. ഓക്കെ, ബാക്ക് സൈഡിൽ പോകുമ്പോൾ നമുക്കൊരു LED ടെയിൽ ലാമ്പാണ് നമുക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ടെയിൽ ലാമ്പും കാര്യങ്ങളാണ്. നമുക്കൊരു ടോപ്പ് എൻഡിൽ പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബേസ് മോഡലും വരുന്നത്. ബ്രഷ്ഡ് ഫിനിഷിലുള്ള ഒരു ഭാഗം നമുക്ക് അവിടെ ടൊയോട്ടയുടെ ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർബൻ ക്രൂയിസർ എന്ന് പറഞ്ഞാൽ ഹൈ റൈഡർ എന്ന് പറഞ്ഞ ബാഡ്ജ് വരുന്നുണ്ട്. ഇ എന്ന് പറയുന്ന വേരിയന്റ് ബാഡ്ജിങ് വരുന്നുണ്ട്. നിയോ ഡ്രൈവ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പോയിലർ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്. നമുക്ക് ഈ എന്ന് പറയുന്ന ഓപ്ഷനിൽ വൈപ്പർ കാര്യങ്ങളൊന്നും വരില്ല. ഷാർപ്പിൻ ആൻറ്റിനൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ ഒരു ബ്രഷ്ഡ് അലൂമിനിയം പോലത്തെ ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഒരു സെൻസർ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നില്ല. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു ഫുൾ ടോപ്പ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. 373 ലിറ്ററാണ് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെ 60-40 ആയിട്ട് നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ വീല് വരുന്നതും ഒരു 17 ഇഞ്ചിൻ്റെ തന്നെയാണ് സ്പെയർ വീലും കാര്യങ്ങളും നമുക്കിതിൽ വരുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡോർ പാനലിലേക്ക് പോകുമ്പോൾ നമുക്ക് 4 പവർ വിൻഡോയുടെ സ്വിച്ചസും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ORVMയുടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സ്വിച്ചസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗം നമുക്കിതിൽ പോകുന്നുണ്ട്. ഇവിടെയും ഒരു ഫാബ്രിക്കിൻ്റെ പോലത്തെ ഒരു ഭാഗം ഇതിലും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ വെക്കാവുന്ന ചെറിയൊരു പേപ്പർ കാര്യങ്ങൾ നമുക്കൊന്ന് വെക്കാവുന്ന ഒരു സ്പേസ് കാര്യങ്ങളാണ് വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്കിതിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും മിഡ് വേരിയൻറ്റിൽ തുടങ്ങി നമുക്ക് ഈ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറയുന്നത്. അത് തുടങ്ങി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ കൂടുതൽ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന വേരിയൻറ്റിൽ അർബൻ ക്രൂയിസ് ഹൈ റൈഡുള്ള ഇൻറ്റീരിയർ കാര്യങ്ങൾ വരുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷിങ് ഇൻറ്റീരിയർ ആണ് വരുന്നത്. ബ്രഷ്ഡ് അലൂമിനിയം ഒരു ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലോ ബോക്സ്, നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇൻഫോടൈം സിസ്റ്റം നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ ഇല്ല. ഇൻഫോടൈം സിസ്റ്റം ആക്സറീസ് ആയിട്ട് വെക്കാവുന്നതാണ്. 2 സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു ഡോർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. AC വെൻ്റ് ആണെങ്കിലും പിന്നെ നമുക്കൊരു ട്രാക്ഷൻ കൺട്രോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇതിൽ വരുന്നുണ്ട്. 12 വോട്ടിൻ്റെ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ്, ഫോൺ വെക്കാവുന്ന സ്പേസും കാര്യങ്ങളാണ്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്കിതിൽ വരുന്നത്. 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിൻ, നമ്മുടെ മൈൽഡ് ഹൈബ്രിഡ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 എയർ ബാഗ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നോർമൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് പോലത്തെ ഒരു സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഒരു ആം റെസ്റ്റും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും ഒരു സ്പേസ് കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ സീറ്റാണ്. നല്ല ഫാബ്രിക് കുഷീനുള്ളൊരു സീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതാണ് ഹൈറൈഡറിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത്. നോർമൽ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു അലൂമിനിയം ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗം കാണാം. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വോളിയം കൺട്രോളിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്വിച്ചസും കാര്യങ്ങളൊന്നും വരുന്നില്ല. മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നോർമൽ അനലോഗ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മിഡിലായിട്ടൊരു MIDയുടെ സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഡോർ പാനലിലേക്ക് പോകുമ്പോഴും അവിടെയും ഒരു ഫാബ്രിക് ആയിട്ടുള്ളൊരു ഒരു ഭാഗം കാണാം. അതുപോലെ തന്നെ ഒരു പവർ വിൻഡോ ഒരു ഭാഗം കാണാം. പിന്നെ ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഹൈറൈഡിൻ്റെ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റിംഗ് ഇതിലുള്ളത്, കംഫർട്ട് ഉണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ബേസ് വേരിയൻറ്റിൽ ഒരു AC വെൻറ്റ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോയിന്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു സ്പേസ് കാര്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ആംറെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതും കവർ ചെയ്തേക്കണോണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. 3 ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫാമിലി കാറാണ്. ഈ ഒരു പ്രൈസിന് ഞാൻ പ്രൈസ് ലാസ്റ്റ് പറയാം. ആ പ്രൈസിൻ്റെ കാര്യങ്ങളും പിന്നെ നമുക്ക് വിത്ത് ആക്സറീസ് ഒരു ഫുൾ ഓപ്ഷനിലേക്ക് മാറാനുള്ളൊരു കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള പ്രൈസും ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ എൻജിൻ വരുന്നത്. 1.5 ലിറ്റർ എൻജിനാണ് വരുന്നത്. 1462 cc ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ 103 bhpയും 6000 rpmഉം 136 Nm ടോർക്കുമാണ് ഇതിൽ വരുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം എൻജിൻ മാത്രമല്ല നമുക്ക് മൈൽഡ് ഹൈബ്രിഡ് ഒരു ബാറ്ററിയും കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ പറയുന്ന കമ്പനി പറയുന്നത് 21 ഇതിൻ്റെ കമ്പനി പറയുന്ന മൈലേജ്. പക്ഷേ നമുക്കൊരു 16-17 നമുക്ക് കണ്ണും പൂട്ടി കിട്ടുന്നതാണ് ഈ ഒരു വാഹനത്തിൽ. ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തൊരു വണ്ടി ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് അതിൽ ചേഞ്ചസ് ചെയ്തതെന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാഹനം എന്ന് പറയുന്നത്. ഫുൾ ആക്സറീസ് കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. ഫുൾ ക്രോം ഫിനിഷിംഗ് ഉള്ള എലമെൻസും കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 17 ഇഞ്ചിൻ്റെ ഒരു അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. റൂഫ് റെയിൽ വരുന്നുണ്ട്, റെയിൻ ഗാർഡ് വരുന്നുണ്ട്, ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇൻഫോ ടൈം സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1,47,000 രൂപ നമ്മൾ ആക്സറീസിന് വേണ്ടി മാത്രം നമ്മളിത് മുടക്കി കഴിഞ്ഞാൽ ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് പുറത്തിറക്കാൻ സാധിക്കും. 13,87,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഈ ഒരു വാഹനം വേറൊരു ബ്രാൻഡിലും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ടൊയോട്ടയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ബ്രാൻഡ് അടിപൊളിയാണ്. എല്ലാവർക്കും അറിയാം ടൊയോട്ട എന്ന ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോൾ ഒരു ചങ്കാണ്, ചങ്കടിപ്പാണെന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല നമുക്കൊരു 3 years വാറൻറ്റി നമുക്കൊരു ഹൈറൈഡറിനുണ്ട്. ടൈം പീരീഡ് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യണത് ഒരു 1 month ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വണ്ടി കിട്ടുന്നതാണ്. 80,000 രൂപയുടെ മുകളിലുണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഏതൊരു ആൾക്കാർക്കും പെട്ടെന്ന് നമുക്കൊരു ടോപ്പ് എൻഡ് ഒരു 20 lakhs എടുക്കുന്നതിന് പകരം ഒരു 13,87,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ ഈ ഒരു വാഹനത്തിലുണ്ട്. ഒരു കുറവ് മാത്രം നമുക്കൊരു ഇൻഫോടൈം സിസ്റ്റം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അതിൻ്റെ ആക്സറീസ് വരുന്നത് നമുക്ക് എക്സ്ട്രാ ആക്സറീസ് വരുന്നത് 1,47,000 രൂപയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യം എന്ന് വെച്ചാൽ റൂഫ് റെയിൽ, ക്രോം ഫിനിഷിങ്ങുള്ള കുറച്ച് ആക്സറീസ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ സ്കഫ് പ്ലേറ്റ് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സറീസ് ചെയ്യുക. അല്ലെങ്കിൽ പുറത്ത് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സറീസ് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. നിപ്പോൺ ടൊയോട്ടയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കോൾ ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ചെറിയ വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.